ഈ അമ്മ സംഘടനയ്ക്ക് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇന്നലെ ജനറൽ ബോഡി ചേർന്നു, നിലവിലുണ്ടായിരുന്ന കമ്മിറ്റി പിരിച്ചുവിട്ടു. ഇപ്പോൾ അഡ്ഹോക് കമ്മിറ്റിയാണ്. അഡ്ഹോക് കമ്മിറ്റി അടക്കം രാജി വന്നിട്ടുണ്ട്. അതെ, ആശാ അരവിന്ദ് രാജിവെച്ചിട്ടുണ്ട്. പുതിയ ഭരണസമിതിയെ മാറ്റിയതല്ലല്ലോ, അവർ രാജിവെച്ചു. രാജിവെക്കുന്നതിന് മുന്നേ അവർക്കെതിരെ വലിയ ഗൂഢാലോചന ആദ്യമേ തന്നെ നടത്തി അത് തുടങ്ങി വെച്ചിരുന്നു എന്നുള്ളതാണ് ശ്വേത പറയുന്നത്. കൃത്യമായ ഗൂഢാലോചന ഉണ്ടായിരുന്നു. അത് ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്ന് ശ്വേതയുടെ എനിക്ക് അറിയില്ല. അങ്ങനെ ഗൂഢാലോചനയൊന്നും അവിടെ നടന്നിട്ടില്ല. ശ്വേതയുടെ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ലക്ഷ്മിപ്രിയക്കെതിരെ വലിയ ഗുരുതര ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അത് ലക്ഷ്മിപ്രിയ രാജിവെക്കുന്ന സമയത്ത് ഉഷാസിനെ അടക്കം വിമർശിച്ചുകൊണ്ടാണ് രാജി. അതിനെതിരെ ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ? അതെ അതെ, അത് ലക്ഷ്മിപ്രിയയുടെ പോസ്റ്റിന് ഞാൻ മറുപടി പറഞ്ഞു. ഇന്നലെ രാത്രി ലക്ഷ്മിപ്രിയ തന്നെ ഞങ്ങൾക്ക് പേഴ്സണലി മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചത് പേഴ്സണലി ഇട്ടതാണ്. അത് ഞാൻ അപ്പം തന്നെ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്തരം വിവരമില്ലായ്മയ്ക്ക് മറുപടി പറയാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് തന്നെ പൊന്നമ്മ പറഞ്ഞു അതേ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ആർട്ടിസ്റ്റുകളുടെ ചില ഗ്രൂപ്പുകളിലേക്ക് അവരെ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. പക്ഷെ രാവിലെ ആയപ്പോൾ അവർ ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചു. എനിക്കതിനൊരു മറുപടി ഇടുന്നു. സത്യാവസ്ഥ എന്താണെന്ന് പറയുന്നു. ഞാൻ എൻ്റെ ഫേസ്ബുക്കിലൂടെ പറഞ്ഞിട്ടുണ്ട്. ചിലർ പക്ഷേ ശ്വേതാമേനോൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രാജിയൊക്കെ വെക്കുന്നുണ്ടല്ലോ. മല്ലിക സുകുമാരൻ ഉൾപ്പെടെ ശ്വേതാമേനോൻ ഇല്ല, അവർ ചെയ്തിട്ടുണ്ട്. ഇനിയും ആ രീതിയിലേക്കുള്ള എനിക്ക് മനസ്സിലായില്ല. ചേച്ചി എന്തിനാണ് രാജിവെച്ചതെന്ന് എനിക്കറിയില്ല. ചേച്ചി ഉൾപ്പെടെ അവിടെ ഇരുന്ന് അവരോട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞതൊന്നുമല്ല കേൾക്കാൻ വന്നത്. ഞങ്ങൾക്ക് കേൾക്കേണ്ടത് ഇന്ന കാര്യങ്ങളാണെന്ന് ചേച്ചി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തിനാണ് ചേച്ചി ഈ രാജിവെച്ചതെന്ന് എനിക്കറിയില്ല. ഇപ്പൊ അഡ്ഹോക് കമ്മിറ്റിയിൽ ഉൾപ്പെടെയുള്ള രാജി ഒക്കെ കാണുന്നു. അഡ്ഹോക് കമ്മിറ്റിയിൽ നിന്നും ആളുകൾ രാജിവെക്കുന്നത് എനിക്കറിയില്ല. ഏറ്റവും റീസെന്റ് അപ്ഡേറ്റിൽ അഡ്ഹോക് കമ്മിറ്റിയിൽ രാജി വന്നിട്ടുണ്ട്. എങ്ങോട്ടാണ് അമ്മ നീങ്ങുന്നതെന്ന്, അമ്മയുടെ ഭാവി പ്രശ്നത്തിലാണ്. ഏറ്റവും പ്രിയപ്പെട്ട ലാലേട്ടൻ ഇന്നലെ ജനറൽ ബോഡിയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ അമ്മ ഒരിക്കലും ആരും തകർക്കാൻ നോക്കിയാൽ തകരില്ല. അത് ഞങ്ങൾക്ക് അത് കേട്ടാൽ മതി. മമ്മൂക്ക, ലാലേട്ടൻ ഈ സംഘടന ഉണ്ടാക്കിയ ഒരുപാട് ആൾക്കാർ സീനിയേഴ്സായിട്ടുള്ളവരുണ്ട്. അവർക്ക് ഇന്നത്തെ ഈ അവസ്ഥ കാണുമ്പോൾ വളരെ വിഷമമുണ്ട്. അതുപോലെ ഈ സംഘടന നിലനിൽക്കേണ്ടത് ഒരുപാട് ആർട്ടിസ്റ്റുകൾ, പാവങ്ങളായ ആർട്ടിസ്റ്റുകളുണ്ട്. അവരവരുടെ കൈനീട്ടവും മെഡിക്കൽ ഇൻഷുറൻസും സഞ്ജീവനി പദ്ധതി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആവശ്യമുള്ളതല്ലേ? അപ്പോൾ ആ സംഘടന നിലനിൽക്കേണ്ടത് അവരുടെയൊക്കെ ആവശ്യമാണ്. ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യമാണ്. സംഘടന ഒരുപാട് നല്ല കാര്യങ്ങൾ. സംഘടനയുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ആർട്ടിസ്റ്റുകളുടെ വെൽഫെയർ ആണ്. അതിനു വേണ്ടിയിട്ടാണ് സംഘടന നിലനിൽക്കേണ്ടത്.